ഞാനിപ്പോ ഇവിടെ വെച്ച് കാണിച്ചു തരാം വസുന്ധരയ്ക്ക് എന്നോട് എത്രമാത്രം അനുസരണയുണ്ടെന്ന്. നിങ്ങൾ നോക്കിക്കോ, ഞാൻ പറയുന്നത് അപ്പടി ചെവിക്കൊള്ളൂ. എന്റെ ഈ അനന്തരാവകാശി. വസുന്ധരെ, ഈ സർവ്വ സാധനങ്ങളും നീ തനിച്ചെടുത്ത് അടുക്കളയിൽ കൊണ്ടുവച്ചേക്ക്. ചെല്ലു വസുന്ധരെ, എല്ലാം ചെന്ന് എടുത്തു വെക്ക്. ഞാനോ? ഒറ്റയ്ക്കോ? നീയൊന്നും മാറിക്കേ. കണ്ടല്ലോ, ഇത്ര ഉള്ള കാര്യം. ഭൈരവി അമ്മയുടെ എല്ലാ പ്രതീക്ഷയും തീർന്നില്ലേ? ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, വസുന്ധര അമ്മ അനുസരിക്കില്ല എന്ന്. ഗൗതം, വെറുതെ ഭൈരവി അമ്മയെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഇവിടെ ഇപ്പൊ ദേഷ്യം പിടിക്കേണ്ട ഒരു കാര്യമില്ല. വസുന്ധര ഞാൻ പറയുന്നത് കേൾക്കും, അതെനിക്കറിയാം. എന്താ, നിനക്ക് അനുസരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ വസുന്ധരെ? അത് ഞാൻ തിരുവോണ നാളിൽ എന്റെ കയ്യിൽ നിന്നും നിന്റെ കഴുത്തിലേക്ക് മരതകമാല ഏറ്റുവാങ്ങി അധികാരം ഏൽക്കേണ്ടവളാണ് നീ. നീ എന്നോടുള്ള കൂറും വിശ്വാസതയും തെളിയിക്കണ്ടേ വസുന്ധരെ? അത് വേണം. എങ്കിൽ പിന്നെ മടിക്കണ്ട, ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നീ. ഇവരുടെ മുന്നിൽ ഞാൻ ആരാണെന്നും എന്താണെന്നും തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ഇപ്പോ നാളത്തെ അവകാശിയാവാൻ പോകുന്ന നിന്റെ കയ്യിലാണ്. ചെയ്യാം, ഞാൻ തന്നെ ചെയ്തോളാം ഭൈരവമ്മേ. എല്ലാം ഞാൻ തന്നെ എടുത്തോണ്ട് വെക്കാം.